Hi everyone, myself CMA Hijaz Hashim, CMA, Certified Management Accountant. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് USA പ്രൊവൈഡ് ചെയ്യുന്ന കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് CMA USA. CMA USAക്ക് രണ്ട് പാർട്ട് എക്സാമിനേഷനാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഈ രണ്ട് പാർട്ടിൻ്റെയും എക്സാമിനേഷൻ സ്ട്രക്ചർ ആർ സെയിം. അതായത് 4 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുക. ആദ്യത്തെ 3 മണിക്കൂർ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. പിന്നീട് വരുന്ന 1 hour 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഇനി ഈ രണ്ട് പാർട്ട് എക്സാമിനേഷൻസിൻ്റെയും ടോപ്പിക്സ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം പാർട്ട് 1 പോവാം. പാർട്ട് 1 പാർട്ട് 2 നമുക്ക് സെക്ഷൻ A, B, C, D, E ആൻഡ് F 6 സെക്ഷൻസ് ആക്കി തിരിച്ചത് കാണാം. പാർട്ട് 1 സെക്ഷൻ A ആണ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതായത് ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. ആ ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന രീതിയുണ്ട്. ചുമ്മാ നമുക്ക് തോന്നിയ പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ പ്രിൻസിപ്പിൾസ് വെച്ചും കൊണ്ട് സ്റ്റാൻഡേർഡ്സ് വെച്ചും കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ IFRS എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അതൊരു സർട്ടൻ പ്രിൻസിപ്പൽസ് ആൻഡ് റൂൾസ് ആണ്, സ്റ്റാൻഡേർഡ്സ് ആണ് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ട രീതി. അതേപോലെ US GAAP ആയിരിക്കും നമ്മൾ കുറച്ചും കൂടിയും ഇതിൽ ഡെപ്തിൽ പഠിക്കുക. US GAAP US ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആണ്. അപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കോൺസെൻട്രേഷൻ ഇസ് ടുവേർഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ പാർട്ട് 1 സെക്ഷൻ A എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുക. ഇനി സെക്ഷൻ B പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു കമ്പനി ഈ വർഷത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ, ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഈ 12 മാസം എന്താണ് സംഭവിക്കേണ്ടത്, കമ്പനിയിൽ എത്ര സെയിൽസ് ഉണ്ടാവണം, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ഈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ തരം മെറ്റീരിയലുകൾ വേണം, ഈ മെറ്റീരിയലുകൾ എത്ര രൂപക്ക് വാങ്ങണം തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യും. ന്യൂമറിക്കലി ക്വാണ്ടിറ്റേറ്റീവ്ലി പ്ലാൻ ചെയ്യുന്നതിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിംഗ് ഷെഡ്യൂൾസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ആ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മാത്തമാറ്റിക്കലായിട്ടുള്ള ഫൈനാൻഷ്യൽ ടെക്നിക്സ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ സർട്ടൻ ടെക്നിക്സും ടൂൾസുകളൊക്കെ നമ്മൾ ഇതിലായിരിക്കും, സെക്ഷൻ B പഠിക്കുക. സെക്ഷൻ C വരുമ്പോൾ നമ്മൾ സെക്ഷൻ B പറഞ്ഞു ഈ വരാൻ പോകുന്ന വർഷം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ടാർഗറ്റ്, ഒബ്ജക്റ്റീവ്, ഗോൾസുകൾ, ക്വാണ്ടിറ്റേറ്റീവ് പ്ലാനുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വർഷം അവസാനം എത്തിയാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ആക്ച്വൽ റിസൾട്ട് കിട്ടും, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കിട്ടും. ഈ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ബഡ്ജറ്റും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയൻസ് അനലൈസ് ചെയ്യും, അഥവാ വേരിയേഷൻസ് നോക്കും. ഇപ്പോൾ സെയിൽസ് 12 million ടാർഗറ്റഡ് ആണ്, ബഡ്ജറ്റിൽ 12 million ആണ്, പക്ഷേ ആക്ച്വലി 10 million ഉള്ളൂ. അപ്പോൾ 2 million കുറവുണ്ട്. ആ കുറവ് വരാനുള്ള റീസൺ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡെപ്തിൽ ആ കമ്പനീനെ, ആ വർഷത്തെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ വരിക. അടുത്തതാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ പറയുന്ന പാർട്ട് 1 ബാക്ക് ബോൺ ആണ് ഈ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് ആയിരിക്കും ഇതിൽ കൂടുതൽ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു മൊബൈൽ മാനുഫാക്ചറർ ഒരുപാട് മൊബൈൽസ് ഉണ്ടാക്കുന്നുണ്ട്, തൊട്ടടുത്ത ഫാക്ടറിയിൽ ലാപ്ടോപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഉണ്ടാക്കാൻ എത്ര രൂപയായി, എത്ര കോസ്റ്റായി, കോസ്റ്റ് പെർ മൊബൈൽ ഫോൺ കാണുന്ന ഒരുപാട് ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ സെക്ഷൻ D നമ്മൾ പഠിക്കുക. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ജോയിൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക? ലൈക്ക് ഫോർ എക്സാമ്പിൾ, ക്രൂഡ് ഓയിൽ മൈനിങ് ചെയ്യുന്ന കമ്പനീസ് ക്രൂഡ് ഓയിൽ നിന്ന് തന്നെ പെട്രോളും ഡീസലും ഉണ്ടാക്കുന്നു. അപ്പോൾ പെട്രോളിലേക്ക് എത്ര കോസ്റ്റ് പോകണം, ഡീസലിലേക്ക് എത്ര കോസ്റ്റ് വേണം? അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള സിമിലർ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് നിരന്തരമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിലുള്ള പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസിൽ ഉപയോഗിക്കുന്ന ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോസ്റ്റിംഗ് ടെക്നിക്സുകളായിരിക്കും നമ്മൾ ഇതിൽ പഠിക്കുക. ഒരുപാട് ടൈപ്സ് ഓഫ് കോസ്റ്റുകളും നമ്മൾ ഇതിൽ പഠിക്കും. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, ഓവർഹെഡിൽ തന്നെ മാനുഫാക്ചറിങ് ഓവർഹെഡ്, നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും നമ്മൾ ഈ സെക്ഷൻ D പഠിക്കുക. അടുത്താണ് സെക്ഷൻ E ഇൻറ്റേർണൽ കൺട്രോൾ. അതായത് ഒരു കമ്പനിയിൽ എറർ വരാണ്ടിരിക്കാനും ഇനി എറർ വന്നാൽ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് അത് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് കൺട്രോൾ ടൂളുകളാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ചുരുക്കി പറഞ്ഞാൽ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, ഫ്രോഡോ എററോ ഒരു കമ്പനിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി വെക്കുന്ന ആക്ഷൻസിനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ ആ ഇൻറ്റേർണൽ കൺട്രോൾ ആയിരിക്കും നമ്മൾ സെക്ഷൻ E കൂടുതലായിട്ട് പഠിക്കുക. സെക്ഷൻ F
2020 CMA USA സിലബസിലേക്ക് വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ എഫ് എന്ന് പറയുന്നത്. സെക്ഷൻ എഫിൽ കൂടുതലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് നമുക്കറിയാം AI-ൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ 2020 തന്നെ ഈ ഒരു സിലബസ് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് CMA USA സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സിലബസുകളാണെങ്കിലും നമ്മുടെ യൂഷ്വൽ ഡിഗ്രി ആണെങ്കിലും അപ്ഡേറ്റഡ് അല്ല. പക്ഷേ CMA USA ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്ഡേറ്റഡ്. അതിനുള്ള തെളിവാണ് 2020 തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ തുടങ്ങിയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കലായിട്ട് നമ്മളെ ഒരു CMA-കാരനെ ഇനി ന്യൂ വേൾഡിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ അറിവ് പകരുന്ന ടോപ്പിക്കാണ് ഈ ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് പാർട്ട് 1 സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി പാർട്ട് 2 വന്നിട്ടുണ്ടെങ്കിൽ അതിലും ABCDE&F സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ എയിൽ നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 1 എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതായത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ ഐറ്റം എങ്ങനെയാണ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ സെക്ഷൻ എ ടോപ്പിക് 1 പാർട്ട് 1 പഠിച്ചെങ്കിൽ പാർട്ട് 2 സെക്ഷൻ എ ഇതുമായി കണക്റ്റഡ് ആണ്. അതായത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഐറ്റങ്ങൾ എടുത്തിട്ട് നമ്മൾ റേഷ്യോസ് ബിൽഡ് ചെയ്യും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യും. നമ്മൾ ഇപ്പോൾ കറണ്ട് അസറ്റ് എടുക്കുന്നു, കറണ്ട് ലൈബിലിറ്റി എടുക്കുന്നു, ഇത് രണ്ടും തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. കറണ്ട് അസറ്റ് 2 million ആണ്, കറണ്ട് ലൈബിലിറ്റി 1 million ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് 2 times ഓഫ് കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി റിസ്കിലല്ല ഉള്ളത്. തുടങ്ങിയിട്ടുള്ള ഓരോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റങ്ങൾ എടുത്തിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് ആ കമ്പനീനെ ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് അനലൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നത്. സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് കോർപ്പറേറ്റ് ഫൈനാൻസ് ആണ്. അതായത് ഒരു കമ്പനീൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ലോൺ എടുക്കേണ്ടി വരും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങേണ്ടി വരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, ഡിബഞ്ചേഴ്സ് എന്താണ്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻസ്, അതുകൂടാണ്ട് ഒരു കമ്പനീൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഓരോ ഐറ്റങ്ങൾ എങ്ങനെയാണ്, അത് നല്ല രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു കമ്പനി എങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യണം പബ്ലിക്കിൽ നിന്നും തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ഇൻ്റർനാഷണൽ ഫൈനാൻസ് എന്താണ്, നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കോർപ്പറേറ്റ് ഫൈനാൻസിൽ പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ അനാലിസിസ് എന്ന് പറയും. അതിൽ ഒരു കമ്പനി 2 ആൾട്ടർനേറ്റീവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഏത് ആൾട്ടർനേറ്റീവാണ് ബെനിഫിഷ്യൽ, ആ ആൾട്ടർനേറ്റീവ് നമ്മൾ കോസ്റ്റ് ബെനിഫിഷ്യൽ അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കമ്പനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡിസൈഡ് ചെയ്ത് കൊടുക്കും ഇന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ കമ്പനി തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മേക്ക് ചെയ്തിട്ട് വിൽക്കണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യണോ, അല്ലെങ്കിൽ വാങ്ങിയിട്ട് വിൽക്കണോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വിറ്റിട്ട് ഒരു വെറും ട്രേഡർ ആവണോ, അല്ലെങ്കിൽ മാനുഫാക്ചറർ ആവണോ, ഉണ്ടാക്കിയിട്ട് വിൽക്കണോ. 2 ഡിസിഷൻസ് ആണ്, മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എന്ന് പറയും. ഇതിൽ ഏതാണോ ഫൈനാൻഷ്യലി വയബിൾ ആ ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഓൾറെഡി 2 സെഗ്മെൻറ്റുകൾ 2 പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിലുണ്ട്, മൂന്നാമത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ ആയിരിക്കാം എടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഇതിൽ വേറെ ടോപ്പിക്കിൻ്റെ പ്രൈസിങ് ഡിസിഷൻസും ഈ ഡിസിഷൻ അനാലിസിസിൽ വരുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് വെക്കണം, അങ്ങനെ ഒരുപാട് പ്രൈസിങ് ടെക്നിക്സ് ഉണ്ട്, അതും നമ്മൾ ഈ ഡിസിഷൻ അനാലിസിസിൽ പഠിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് റിസ്ക് മാനേജ്മെൻറ്റ്, കമ്പനിയിൽ എന്തൊക്കെ റിസ്ക്കുകളാണ് സ്വതുവേ ഉണ്ടാവുക, ബിസിനസ് റിസ്ക്കുകൾ എന്തൊക്കെ, മാർക്കറ്റ് റിസ്ക് എന്താണ്, ക്രെഡിറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, കംപ്ലയൻസ് റിസ്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിസ്ക്കുകൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ആ കമ്പനി ആ റിസ്ക്കുകൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നും നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ടാവും. അടുത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഒരു കമ്പനിയിൽ ഒരു സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു കോടി രൂപ ഒരു കമ്പനിയുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പനിയുടെ മുന്നിൽ ഒരുപാട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലേ. 10 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ഇത്ര കോടി ഇടേണ്ടി വരും ആ 10 വർഷം, ഓരോ വർഷവും നമുക്ക് ഇത്രയായിരിക്കും ക്യാഷ് ഇങ്ങോട്ട് കിട്ടുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ടൂളുകളും ഉപയോഗിച്ചിട്ട് ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്താണ് പ്രൊഫഷണൽ എത്തിക്സ്. നമുക്കറിയാം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഒരു CMA USA-കാരന് പാലിക്കേണ്ട എത്തിക്കലായിട്ടുള്ള മര്യാദകളാണ് ഇതിൽ 1 പഠിക്കുന്നത്. 2, ഒരു CMA പ്രൊഫഷണൽ ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ പാലിക്കേണ്ട എത്തിക്കലായിട്ടുള്ള മര്യാദകളാണ് ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന സ്ക്രീന് ഹോക്ക് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ് പ്രൊവൈഡറിൻ്റെ ഒരു ലോഗിൻ ചെയ്തിട്ട്
കയറാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ സി എടുക്കുന്നു. സെക്ഷൻ സിയിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഈ എക്സാമിനേഷനിൽ MCQ ഉണ്ട്, SA ഉണ്ട്. അപ്പോൾ നമുക്ക് MCQ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന സമയത്ത് MCQ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ MCQ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടോ ഈ സെക്ഷൻ സിയിലെ പാർട്ട് 2 സെക്ഷൻ സിയിലെ സബ് സെക്ഷൻസ് ആയിട്ട് നമുക്ക് MCQs കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് 43 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ പ്രോഫിറ്റ് പോയിന്റിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 20 ക്വസ്റ്റ്യൻസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് സെഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ടെക്സ്റ്റ് ബുക്സ് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് പാർട്ട് 1 2 വോളിയം ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. വോളിയം 1, വോളിയം 2. വോളിയം 1 A, B, C ഈ 3 സെക്ഷൻസ് ആണ്. വോളിയം 2 റിമൈനിങ് സെക്ഷൻസും ആയിരിക്കും പാർട്ട് 1 ഉണ്ടാവുക. അതേപോലെ പാർട്ട് 2 2 വോളിയം ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആണുള്ളത്. വോളിയം 1 A and B, വോളിയം 2 C, D, E and F അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക. ഏകദേശം ഒരു 300 to 450 പേജസ് ആയിരിക്കും ഓരോ വോളിയം ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.